വിശുദ്ധ പോൽക്കാലം നിങ്ങളുടെ മുമ്പിൽ അല്പസമയം ദൈവവചനമായി നിൽപ്പാൻ കർത്താവിൻ്റെ ജീവിതം നൽകിയ നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത വായിക്കും 29. അടുത്തത് മതി. എൻ്റെ അവസാനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഒരിക്കൽ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ ഭാഗത്തു നിന്ന് പറയാണ്ടക്കണം ദൈവം എനിക്ക് അവസരം നൽകി. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഈ വിഷയത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം എന്നോട് ഇടപെട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പോൽക്കാലം ഈ വിഷയം തന്നെ ഇന്ന് ദൈവത്തിൻ്റെ ദാസന് എനിക്ക് അവസരം തന്നപ്പോൾ സംസാരിക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുമസ് അടുത്ത് വരുന്നത്. ഇനി വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്മസ് സമ്മാനങ്ങളും സ്റ്റാറുകളും വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ യേശു ജനിച്ചതിൻ്റെ ചർച്ചകളും യേശുവിൻ്റെ ശുശ്രൂഷകളെയൊക്കെ കുറിച്ച് ഈ ലോകം മുഴുവനും സംസാരിക്കുന്ന ചില നിമിഷങ്ങളാണ്, ചില നാളുകളാണ് ഇനി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഒന്നാമത്തെ എൻ്റെ ഒരു കാരണം അതായിരുന്നു. വീണ്ടും ഈ ഒരു വചനഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വിടുവാൻ തടയായത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ പല സഹോദരന്മാരും ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷം പറയാനായിട്ട് ഞങ്ങളിവിടെ കടന്നു പോകാറുണ്ട്. ഞങ്ങളിവിടെ ലിമറിക്കിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാനും സുവിശേഷം പറയാനും പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ ജനനം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതായിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളുടെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ ഈ ചോദ്യം വളരെ ശക്തമായി അവർ ചോദിക്കുകയും ഞങ്ങളോട് ആർഗ്യൂ ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിലുണ്ടാവാൻ തക്കണയിടയായി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ലിമറിക്ക് സിറ്റിയിൽ നിന്ന് ട്രാക്റ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു സൈഡിൽ ഒരു സഭ നടത്തുന്ന സുവിശേഷ പ്രവർത്തനവും അതിൻ്റെ തൊട്ട് സൈഡിൽ മറ്റൊരു മതവിഭാഗം നടത്തുന്ന അവരുടെ ദൈവവചനം, അവരുടെ ഉപദേശങ്ങളെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന 2 വ്യത്യസ്തമായ ഒരു സാഹചര്യം കാണുവാൻ തക്കണ ഇടയായി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുവിശേഷം പറഞ്ഞു നിന്നിരുന്ന ആളുകളിൽ നിന്ന് ഒരാൾ അവിടെ ചെല്ലുകയും ഇവർ തമ്മിൽ സംസാരിക്കുകയും തമ്മിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു വിഭാഗത്തിലുള്ള ആളുകൾ യേശു ദൈവമല്ലെന്ന് വാദിക്കുമ്പോൾ മറ്റ് സുവിശേഷം പറഞ്ഞു നിന്ന ആളും അതിന് മറുപടിയായി യേശു ഭൂമിയിൽ ജനിച്ചുവെന്നും യേശുവിൻ്റെ ജനനം ഒരു യാഥാർത്ഥ്യമായിരുന്നുവെന്നുമെല്ലാം പറഞ്ഞ് അവിടെ സ്ഥാപിക്കാൻ തക്ക ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ ചോദ്യങ്ങൾ കേട്ട് തിയോളജിക്കലി ഇവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാതെ വന്നു. മറിച്ച് ഹിസ്റ്റോറിക്കലിയും ഇവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇവർ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പെട്ടുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർ കൊടുത്ത ബുക്ക്ലെറ്റും വാങ്ങി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുവാൻ തക്കണ ഇടയായി. പ്രിയ ദൈവമക്കളെ, ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാം പതറിപ്പോവും. പിശാച് വളരെ തന്ത്രപൂർവ്വം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല.
ഹല്ലേലൂയ. ഇന്ന് പോലെക്കാളും ദൈവത്തിൻ്റെ ആത്മാവിനോട് വളരെ ശക്തമായി ഇടപെട്ടതാണ്. ഈ വചനത്തിൽ നിന്ന് തന്നെ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും ഈ ലോകത്തിൽ ദൈവം സ്ഥാപിച്ചതാണെന്നും അത് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. ആമേൻ. കുറഞ്ഞ പക്ഷം നമ്മുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളെങ്കിൽ ഉറപ്പിക്കണം. ഇതുപോലെ കാണാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് അങ്ങനെ തന്നെ സംസാരിക്കാൻ ഇടപെട്ടുകൊണ്ട് ഈ ഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ഇന്ത്യൻ റെയിൽവേയിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, ഡൽഹിയിൽ നിന്നും നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ ചായ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ചായ 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 എന്ന് പറഞ്ഞു കൊണ്ടുവരും. യഥാർത്ഥത്തിൽ നമുക്ക് ചായ വേണ്ട, വീണ്ടും വരും നമ്മുടെ പുറകെ വരും ചായ 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 എന്ന് ചോദിക്കും. സാധാരണ ആളുകൾ റെയിൽവേയിൽ നിന്ന് ചായ കുടിക്കാൻ അങ്ങനെ താല്പര്യപ്പെടത്തില്ല, കാരണം അത്രമാത്രം ഹൈജീൻ അല്ലെന്ന് നമുക്കറിയാം. എങ്കിലും എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും ഇവർ നമ്മളെടുക്കും. ഒരാൾ പോകും, നമ്മൾ കുറച്ച് സമയം ഓർക്കും ഇതെന്താ ഒരാൾ വന്ന് തൊട്ട് പുറകെ വീണ്ടും അടുത്ത ആൾ വരുന്നത് ചായ 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 എന്ന് പറഞ്ഞാൽ പറയും. ഇത് കുറേ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറേ സമയം നമ്മുടെ മുഖത്തോട് ഒക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ഒന്ന് കുടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ലോട്ടറിയുടെയും പരിപാടി. ലോട്ടറിയുടെയും പരിപാടി എങ്ങനെയാണ്, 10 രൂപ കൊടുത്താൽ 1 കോടി അല്ലെങ്കിൽ 1 ലക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സമയം കേട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അവർ പാട്ട് പോലുണ്ട്, 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും എന്നൊക്കെ ഒരു പാട്ട്. ഇങ്ങനെയൊക്കെ കുറേ നേരം നമ്മളിങ്ങനെ കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. ആവർത്തിച്ചാവർത്തിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പം അതിനെ ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അങ്ങനെ റീതിങ്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും. യേശു ജനിച്ചതാണോ, ഇതൊക്കെ എങ്ങനെ സാധ്യമാകും, ഇതെങ്ങനെ സാധ്യമാകും, ഇവിടുത്തെ മെഡിക്കൽ സയൻസ് ഒന്നും പറഞ്ഞാൽ ഇതൊന്നും സാധ്യമാകുന്നില്ല. ഇങ്ങനെ കുറേ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ചില അല്പവിശ്വാസികളൊക്കെ ചിന്തിക്കും, ഇനി യേശു ജനിച്ചതാണോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് പോൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചെന്നും യേശുവിൻ്റെ ജനനത്തോടുകൂടി നമുക്ക് നിത്യമായ ഒരു രാജ്യം ആമേൻ ദൈവം ഒരു ഒരുക്കിയിട്ടുണ്ടെന്നും ഇന്ന് പോൽക്കാലം നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാൻ എനിക്കറിയാം അധികം സമയമില്ലെന്ന്, പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തുന്നതായിരിക്കും. ഇനി 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. ഈ ഭാഗം എന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ദൂതൻ മുഖാന്തരം അറിയിച്ച ചില ദൂതുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ ഒരു ദൂതായിട്ടാണ് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൂതൻ വന്ന് മറിയോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഒരു മകന് ജന്മം നൽകും, ആ കുഞ്ഞിന് നീ യേശു എന്ന് പേരിടണം. ഇത് കേട്ട മറിയയ്ക്ക് പെട്ടെന്നൊരു ഭയമാണ് ഉണ്ടായത്. അവിടെ എങ്ങനെയാണ് മറിയ പറയുന്നത്, ഇങ്ങനെയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും എന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഇത് കേട്ട് അവൾ ഭ്രമിച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക. ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആകെ പേടിച്ച് നിന്നിട്ട് ദൂതനോട് മറിയ പറയുകയാണ്, എൻ്റെ വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ പുരുഷനെ അറിയായക കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും. യഥാർത്ഥത്തിൽ മറിയയ്ക്ക് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ആ കൂട്ടർക്കും ഉൾപ്പെടെ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്. എന്നാൽ ദൂതൻ പറഞ്ഞ മറുപടിയിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും അടങ്ങിയിരിക്കുക. ദൂതൻ പറയുകയാണ്, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതുപോലെക്കാലം നമ്മൾ ഈ ലോകം പലതും വിളിച്ചു പറയും, യേശുവിൻ്റെ ജനനത്തെ അവർ പരിഹസിച്ച് പറയും. എന്നാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമല്ല, ദൈവത്തിന് സാധ്യമാണ് എല്ലാ കാര്യങ്ങളിലും. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിന് ചെയ്തെടുപ്പാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇന്ന് പോലെക്കാലം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ പലവിധമാകുന്ന സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ വിധം എന്ന് പറയുന്നത് ദൈവം അങ്ങനെ വാക്കുകൊണ്ടായിരുന്നു സൃഷ്ടിപ്പ് നടത്തിയത്. അത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിൻ്റെ വിധമായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. നാം ഈ ഭൂമിയിൽ കാണുന്നതും
ആകാശത്ത് കാണുന്നതും നമ്മൾ ദൃശ്യമായും അദൃശ്യമായതും ഈ ലോകത്തിൽ കാണുന്ന സകലതും ദൈവത്തിൻ്റെ വാക്കിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആകാശത്തിൽ പറവകൾ ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടായി. സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാവട്ടെ, അങ്ങനെ തന്നെ ഉണ്ടായി. സോളാർ സിസ്റ്റം ഉണ്ടാവട്ടെ, അങ്ങനെ തന്നെ ഉണ്ടായി. ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സകല കാര്യങ്ങളും ദൈവം തന്റെ വാക്കിനാലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒന്നാമത്തെ വിധമായിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിധം എന്ന് പറയുന്നത് ഉൽപ്പത്തിയിൽ തന്നെ കാണാം. ആദാമിനെ സൃഷ്ടിച്ച വിധം. ആദാമിനെ സൃഷ്ടിപ്പാൻ ദൈവം മറ്റൊരു പദ്ധതി എടുത്ത്. ദൈവം ചെയ്തെന്താ? നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിലെന്ത് ചെയ്തു? ജീവശ്വാസം ഊതി. ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായി മാറി. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രണ്ടാമത്തെ വിധം. ഇനി അടുത്തൊരു സൃഷ്ടിപ്പെന്ന് പറയുന്നത് ഹവ്വായായിരുന്നു. ഹവ്വായെ സൃഷ്ടിച്ച നേരെ മറ്റൊരു വിധത്തിലായിരുന്നു. ആദാമിൻ്റെ വാരിയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. അങ്ങനെ ആദാമിനെയും സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്ത് ചെയ്ത്? ഇവർക്ക് ഭൂമിയിൽ സന്താനങ്ങൾ പെറ്റുവരുവാൻ വേണ്ടി ഈ പ്രകൃതിയുടെ തന്നെ ഒരു സാധാരണ നിയമം, ഒരു നാച്ചുറൽ ലോ ദൈവം ഇംപ്ലിമെൻ്റ് ചെയ്ത്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മറ്റൊരു വിധം. ഈ സൃഷ്ടിപ്പും പരാജയപ്പെടുന്ന സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ. അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാകുവാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുവാനും സന്താനപുഷ്ടിയുള്ളവരാകുവാനും ദൈവം ഈ പ്രകൃതിയുടെ ഒരു സാമാന്യ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിലും അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ ഇത് സാധ്യമായില്ല. കാരണം എന്താ വെച്ചാൽ വേദോസം പറയുന്നത് സാറ മച്ചിയായിരുന്നു. ഇവർ രണ്ടും പ്രായാധിക്യത്തിലായിരുന്നു. രണ്ടുപേർക്കും പ്രായം ചെന്നവരായിരുന്നു. പ്രായാധിക്യത്തിലായതുകൊണ്ടും ഇവരുടെ ശരീരം നിർജീവമായിരുന്നുകൊണ്ടും അവർക്ക് ഈ പറഞ്ഞ വിധത്തിലുള്ള സൃഷ്ടിപ്പെടാൻ സാധ്യമല്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ സാധ്യമല്ല എന്ന് കരുതുന്ന എല്ലാ ഇടങ്ങളിലും നമ്മുടെ ദൈവത്തിന് സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ആ ഒരു വിശ്വാസം നമ്മളുണ്ടാകണം. വായിലെ വാക്കുകൊണ്ടും മണ്ണുകൊണ്ടും എല്ലുകൊണ്ടും ഈ പ്രകൃതിയിലെ സാധാരണ നിയമങ്ങൾ കൊണ്ടും ഒരു സൃഷ്ടിപ്പ് ദൈവത്തിന് നടത്താമെങ്കിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയക്കാൻ മറ്റൊരു സൃഷ്ടിപ്പിനും ദൈവത്തിന് സാധിക്കും. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. നമ്മുടെ ലോജിക്കിനും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമായി ഒന്നും സാധിക്കുന്നില്ല എന്ന് കരുതുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആമേൻ, നാം നിൽക്കുന്ന ഈ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലകളിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യയില്ല, ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഈ പറയുന്ന യാതൊരു വിഷയവും ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും പാടുന്നൊരു പാട്ടിൻ്റെ വരികളുണ്ട്. 600,000 ഒരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഇതുപോലെ ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ ഉറപ്പിക്കുന്ന ആ ദൈവം, നമ്മളെ നിർത്തുന്ന ആ ദൈവം. അവൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ അതിന് മുമ്പിലൊന്നും നമ്മൾ ഭാരപ്പെടരുത്, നമ്മളൊന്നും ഭയപ്പെടരുത്. ശക്തമായി തന്നെ അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളാകട്ടെ, വ്യക്തിപരമായി നാം നേരിടുന്ന ഏത് പ്രയാസങ്ങളാകട്ടെ, നമ്മുടെ ദൈവത്തിന് നമ്മളിൽ ചെയ്യുവാൻ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇനി യേശു സ്ത്രീയിൽ നിന്ന് ജനിക്കണമെന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ മുൻ പദ്ധതി തന്നെയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല കയർക്കും എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ വന്നപ്പോഴല്ല യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം പദ്ധതിയിട്ടത്. ആദ്യകാലം മുതൽ സൃഷ്ടിപ്പ് നടന്നപ്പോൾ മുതൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഗലാത്യലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഗലാത്യർ 4:4 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊരു സമയമുണ്ട്. ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ്
തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. ആ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഭൂമിയിലെ സകല മനുഷ്യരും പുരുഷനിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചവരായി വന്നപ്പോൾ യേശു മാത്രം സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണത്. ദൈവം നടത്തുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചത്. മത്തായിയുടെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഈ വംശാവലി ഇങ്ങനെ വായിച്ച് വരുമ്പോൾ അതിൽ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദായെയും തൻ്റെ സഹോദരങ്ങളെല്ലാം ജനിപ്പിച്ചു. ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഇങ്ങനെ വായിച്ച് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു അവളിൽ ജനിച്ചു. യോസെഫ് അവനെ ജനിപ്പിച്ചെന്നല്ല പറയുന്നത്, ക്രിസ്തു എന്ന പേരുള്ള യേശു മറിയയിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സകല മനുഷ്യരും ആമേൻ ഹല്ലേലൂയ ഒരു പുരുഷന്റെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സ്ത്രീയുടെ സന്തതിയായി. ആമേൻ ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ, ആദ്യ നാളുകളിൽ തന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതി എപ്രകാരമായിരുന്നു? കാലസമ്പൂർണ്ണത വന്നപ്പോൾ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ആമേൻ യേശുവിൻ്റെ ജനനത്തെ ഒന്ന് പരിഹസിച്ചേക്കാം. എന്നാൽ ഹല്ലേലൂയ ഇത് പകൽക്കാലം നമ്മൾ ആ പരിഹാസത്തിന് മുമ്പിൽ നാം തളർന്നു പോകരുത്. യേശുവിനെ ജനിപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. കാനായിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളം വീഞ്ഞാക്കിയത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ആമേൻ. മരിച്ച് നാശം ആമേൻ ഹല്ലേലൂയ 4 നാളായി കഴിഞ്ഞ് നാറ്റം വെച്ചവനെ ഉയർപ്പിച്ചതും ദൈവത്തിൻ്റെ അത്ഭുതകരമായിരുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ ഈ വേദപുസ്തകത്തിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള താളുകൾ നാം ഇങ്ങനെ മാറി വായിച്ചു വരുമ്പോൾ ദൈവം ചെയ്തിരിക്കുന്ന സകല അത്ഭുതങ്ങളും സകല അടയാളങ്ങളും സകല വീര്യപ്രവൃത്തികളും ഇതെല്ലാം ചെയ്തത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചതാക്കി അയച്ചതും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. മറിയയുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ മറിയ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുക. ഹല്ലേലൂയ. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. നീ ഒരു കുഞ്ഞിന് നീ ജന്മം നൽകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. ആ ഉറപ്പ് ഇന്ന് പകൽക്കാലം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Oh, hallelujah. Praise the Lord. Hallelujah. Hallelujah. സമാനമായി തന്നെ ജോസഫിനോടുള്ള ബന്ധത്തിലും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യോസെഫ് ഈ സംഭവം അറിഞ്ഞപ്പോൾ യോസെഫ് ശരിക്കും വേദപുസ്തകത്തിൽ എഴുതിക്കുന്നത് എങ്ങനെയാണ്? ജോസഫ് നീതിമാനായിരുന്നുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമത് നേരെ യോസഫിനടുക്കൽ വന്നു. യോസഫിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയെ സ്വീകരിപ്പാൻ നീ ശങ്കിക്കേണ്ട, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആമേൻ ഹല്ലേലൂയ യോസഫ് ചെയ്തെന്താ? ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റിട്ട് നിന്റെ വാക്കുപോലെ തന്നെ ഭാവിക്കട്ടെ, ഞാൻ അവളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. മറിയയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി നിഴലിട്ടപ്പോൾ ആമേൻ ദൈവത്തിൻ്റെ വാക്ക് അവൾ അനുസരിച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ. ആമേൻ യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫിനോടും ദൈവം പറഞ്ഞ അതേ വാക്ക് ആമേൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായത്. പ്രിയ ദൈവമക്കളെ, പിന്നീട് നടന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ആമേൻ ആരാലും അറിയപ്പെടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന രണ്ട് മനുഷ്യരായിരുന്നു ഈ ജോസഫും മറിയയും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് ദൈവം തൻ്റെ പുത്രനെ അയക്കുവാൻ ആമേൻ വിവിധ നിലകളിൽ ദൈവത്തിന് സാധിക്കുമായിരുന്നെങ്കിലും ഹല്ലേലൂയ ഈ ലോകത്തിൽ ആരും അറിയാതെ ഏതോ ഒരു കോണിൽ ജീവിച്ച മറിയയുടെ മേലും ഹല്ലേലൂയ യോസഫിൻ്റെ മേലും ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ പിന്നീട് ആമേൻ ഈ ലോക ചരിത്രത്തിൽ തന്നെ
ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഏറ്റവും നല്ല ശ്രേഷ്ഠരായ ഒരു മാതാവിനെയും പിതാവിനെയുമായി കാണുവാൻ തക്കവണ്ണം ഹാലേലൂയ ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ ദൈവം അവർക്കൊരു ഭാഗ്യം നൽകി. ഹാലേലൂയ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ഹാലേലൂയ പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താണവരെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ഹാലേലൂയ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെയാണ്. ഹാലേലൂയ ആമേൻ. ഹാലേലൂയ നമ്മളെ ഒഴിവാക്കി നിർത്തിയവരുടെ മധ്യത്തിൽ, ഹാലേലൂയ നമ്മളെ മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ, ഹാലേലൂയ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ഹാലേലൂയ അവൻ നമ്മളെ ഉയർത്തും. ഹാലേലൂയ പൊടിയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് തന്നെ ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം. ഹാലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെ ആമേൻ ജീവിതത്തിൽ അനുഭവമുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹാലേലൂയ ഹാലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ ഹാലേലൂയ. എൻ്റെ സമയം ഇവിടെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലേലൂയ. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാലേലൂയ ആമേൻ. സ്തോത്രം കർത്താവേ. ആമേൻ. ഹാലേലൂയ. യേശു ആമേൻ. ഹാലേലൂയ ഈ ഭൂമിയിലേക്ക് തൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വരുമ്പോൾ ഹാലേലൂയ യഥാർത്ഥത്തിൽ പരീശന്മാരും ഈ ശാസ്ത്രന്മാരും അടങ്ങുന്ന യഹൂദ സമൂഹത്തിലെ സകല പ്രമാണിമാരും ഈ ദൈവവചനത്തെ വികലമായി പഠിപ്പിച്ചു ഒരു സമൂഹത്തെ മുഴുവനും ചൂഷണം ചെയ്ത് ഹാലേലൂയ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്ന സമയമാണ് യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ അവതരണം. ഹാലേലൂയ ആമേൻ. ഹാലേലൂയ. അവർ പടുത്തുയർത്തി വെച്ചിരുന്ന സകല നിയമവ്യവസ്ഥകളെയും യേശു ചലഞ്ച് ചെയ്തതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഹാലേലൂയ ആമേൻ. സാപത്തിൽ ആമേൻ ചെയ്യുന്നതൊക്കെയും ഹാലേലൂയ ആ സാപത്ത് വ്യവസ്ഥയെ തന്നെ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആമേൻ പഠിപ്പിച്ചുകൊണ്ട് ആമേൻ ഹാലേലൂയ വളരെ വികലമായി സമൂഹത്തിൽ അനീതി ആമേൻ എന്നൊരു വ്യവസ്ഥ അവർ ഉയർത്തിക്കൊണ്ടുവരുവാണ് ചെയ്തത്. ഇവിടെയാണ് യേശു ആമേൻ ഇവർക്കെതിരെ യഥാർത്ഥത്തിൽ യേശു ഒരിക്കലും സാപത്ത് ആമേൻ ഹാലേലൂയ അതിനെ തിരസ്കരിക്കുകയല്ലേ ചെയ്ത്. യഥാർത്ഥത്തിൽ ഇവർ ഉയർത്തിവെച്ച സകല വ്യവസ്ഥകളും തെറ്റാണെന്നും അത് സമൂഹത്തിന് ദോഷമാണെന്നുമാണ് യേശു വാദിച്ചത്. ഹാലേലൂയ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കത്തില്ലാത്ത എല്ലായിടങ്ങളിലും യേശു ചെയ്തു ചെല്ലുവാനിടെ. ഒരു മനുഷ്യനും ചെല്ലുവാൻ ഇടയില്ലാത്ത ഇടങ്ങളിലെല്ലാം യേശു ചെന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിച്ചത് ദൈവരാജ്യം സമ്പൂർണ്ണമായ ജീവൻ്റെ പ്രതീകമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്നതാണെന്നുള്ള ഒരു സന്ദേശമാണ് യേശു തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ചെയ്തത്. ആമേൻ. ഹാലേലൂയ. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ പരിവർത്തനം പോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം മാറ്റവും യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു കാതലായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഡോമിനൻ്റ് ക്ലാസ് ഫുള്ള് യേശുവിനെതിരായി വന്നത്. യഹൂദ മതസമൂഹത്തിൽ ആ ഒരു സംസ്കാരത്തിൽ നിലനിന്നിരുന്നതായ സകല നിയമവ്യവസ്ഥകളെയും അവർ കൊണ്ടുവന്ന സകല പ്രോട്ടോക്കോളുകളും യേശു ലംഘിച്ചു. ഹാലേലൂയ. എന്നെ ഏറെ അമ്പരിപ്പിച്ചതെന്നറിയോ, യേശു തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും യേശുവിനെതിരായി പലവിധമായ തടസ്സങ്ങൾ ഉയർന്നു. യേശുവിനെതിരായി ഒരു കൂട്ടം യഹൂദന്മാർ കൂട്ടം കൂടി യേശുവിനെ അറ്റാക്ക് ചെയ്യുവാൻ, യേശുവിനെ കുരുക്കുവാൻ യഹൂദന്മാർ അവർക്ക് തോന്നുന്ന നിലകളിലെല്ലാം അവർ പ്രവർത്തിച്ചു. എന്നാൽ യേശു ചെല്ലുന്നിടം മുഴുവനും വലിയ പുരുഷാരം ബിനോയ് ചാൻ പറഞ്ഞ പോലെ തന്നെ യേശു ചെല്ലുന്ന സകല ഇടങ്ങളിലും വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കാനുണ്ടായി. അത് വെറുതെ ഉണ്ടായതല്ല. പിതാവായ ദൈവം തൻ്റെ ശക്തിയെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഒരു തെളിവാണ്. ഒരു സൈഡിൽ താൻ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലായിട്ടും ആമേൻ യഹൂദ മതസമൂഹത്തിൽ നിലനിൽക്കുന്ന സകല സമ്പ്രദായങ്ങൾക്കും ഈ പഠിപ്പിക്കലുകൾ എതിരാണെന്ന് മനസ്സിലായിട്ടും അവർ യേശുവിനെ പിന്തുടരുവാൻ ഭാവിച്ചതെന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ വിളിയിൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സകല 12 ശിഷ്യന്മാരുൾപ്പെടെയുള്ള സകല ആളുകളും. ഞാനും നിങ്ങളും നമ്മുടെ എല്ലാം മാതൃരാജ്യത്തിൽ നിന്ന് ഈ ദേശത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ നമുക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ. ജോലി ചെയ്യണം, പണമുണ്ടാക്കണം, നല്ല വീട് പണിയണം, നല്ല കാറ് വാങ്ങണം, നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതല്ലാതെ ഒരു ചിന്തയും നമുക്കില്ല. സമാനമായ അതേ ചിന്തയോടുകൂടെ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും, പത്രോസും യോഹന്നാനും അടക്കമുള്ള
യേശുവിൻ്റെ ശിഷ്യന്മാർ സ്വാർത്ഥമായ ജീവിതം നയിച്ചവരാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിസ്വാർത്ഥമായ, ഏറ്റവും സ്വാർത്ഥമായ ജീവിതം നയിച്ചവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശു ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇവരെ മാറ്റിയെടുത്തത്. യേശു വന്നവരോട് പറയാണ്, എന്നെ അനുഗമിക്കാൻ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ജോലി വിട്ടിട്ട്, നിങ്ങളുടെ കുടുംബത്തെ വിട്ടിട്ട് എന്നെ അനുഗമിക്കാൻ കൽപ്പിച്ചാൽ എത്ര പേര് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് എഴുന്നേറ്റ് പോകും? ഹല്ലേലൂയ. ഒരു കാന്തം ഇരുമ്പ് തരികളോട് അടുക്കുന്നത് പോലെ ഒരു ശക്തി അവരുടെ മേൽ പ്രവഹിക്കുകയുണ്ടായി. സാക്ഷാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ അയച്ച ആ ശക്തിക്ക് മേൽ അവർക്ക് എതിർത്ത് പറയാൻ സാധിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകത്തിൽ മനസ്സിലാക്കിയ കാര്യം, ആമേൻ, അവർക്കൊരു കാര്യം മനസ്സിലായി. നടന്നു പോകേണ്ട ദൂരം ഏറ്റവും കഠിനമാണ്. നാം യാത്ര ചെയ്യേണ്ട ദൂരം ഏറ്റവും ഞെരുക്കമുള്ളതാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു പാതയിലൂടെ ഞാൻ കടന്നു പോകണമെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും അവർ പിരിഞ്ഞു പോകാൻ അവർ തയ്യാറായില്ല. അവർ ഒരുമിച്ച് പോകാൻ തയ്യാറായി. അവർ ദൈവത്തെ തിരസ്കരിക്കാൻ അവർ തയ്യാറായില്ല. അതിന് പകരം യേശുവിനെ അവർ അനുസരിപ്പാൻ അവർ തയ്യാറായി. ഇതിനെല്ലാം ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആമേൻ. തൻ്റെ കുടുംബവും തൻ്റെ കൂടുമെല്ലാം വിട്ടുവന്ന ശിഷ്യന്മാരോടും ഞാനും നിങ്ങളും അടങ്ങുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ നാളിതുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യ കൂടാരമണിഞ്ഞ സകല വിശുദ്ധന്മാർക്കും ഈ വിശുദ്ധ പ്രമാണത്തിന് വേണ്ടി നിൽപ്പാൻ ഒരൊറ്റ വാക്കേ യേശു പറഞ്ഞുള്ളൂ, എന്നെ പ്രതി സ്വന്തം ജീവനെ നഷ്ടമാക്കുന്നവൻ നിത്യജീവനായി ഇതിനെ നേടി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ യാത്രയുടെ ഏറ്റവും അവസാന കോടിലെത്തിയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇതിൻ്റെ ഏറ്റവും അവസാനം നാം എത്തിച്ചേരുന്നത് ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഈ ലോകത്തിൽ നമുക്ക് തരുവാൻ കഴിയാത്ത നിത്യമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. ആ നിത്യരാജ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വിശുദ്ധ പ്രമാണത്തെ, ആമേൻ, ഹല്ലേലൂയ, ഫോളോ ചെയ്യുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഈ വചനത്തിലൂടെ അരുളി ചെയ്യുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. മറിയ പ്രാപിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തിയെ നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി കൂടാതെ നമുക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിന് ശേഷം ഏലീശയ്ക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആവശ്യമായിരുന്നു പോലെ ഇന്ന് പകൽക്കാലം ഈ ആമേൻ, ഹല്ലേലൂയ, ഈ അന്ത്യനാളുകളിൽ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവത്തിൻ്റെ ശക്തി കൂടിയേ തീരൂ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. എൻ്റെ സമയം അതിക്രമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.